ഇപ്പോൾ കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന അതിനിർണായക ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇത്രയും ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയും അല്ലെങ്കിൽ ഇത്രയും കുറവ് സമയം കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാവും. അതിൻ്റെ ഒരു ടെൻഷൻ, ആവേശം എല്ലാം അത് മുന്നണികളിലുണ്ട്, ജനങ്ങളിലുണ്ട്, അല്ലേ, നേതാക്കളുണ്ട്, എല്ലാവരിലും പ്രകടമാണ്. അതെ, അത് ഇപ്പോൾ പോളിംഗ് ശതമാനത്തിലും പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. 49.70% എന്ന നിലയിലേക്ക് പോയിരിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ അസം, പുതുച്ചേരി അടക്കം 2 സംസ്ഥാനങ്ങളിൽ കൂടി ഇന്ന് തെരഞ്ഞെടുപ്പിലുണ്ട്. അസമിൽ 59% എത്തി. അപ്പോൾ അവിടെയും വളരെ ആവേശകരമായ നിലയിൽ ജനങ്ങൾ വോട്ടവകാശം. അപ്പോൾ നമുക്ക് പലയിടങ്ങളിലേക്ക് ഒന്ന് പോകാം. ആദ്യം തെക്കൻ കേരളം ഒന്ന് നോക്കാം, പ്രത്യേകിച്ചും തലസ്ഥാനം നോക്കാം. അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് തലസ്ഥാനത്തെ ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്നിടത്തെ പോളിംഗ് ശതമാനത്തിൻ്റെ വർധന, അതൊക്കെ വലിയ ആവേശം പാർട്ടികൾക്ക്, സ്ഥാനാർത്ഥികൾക്കൊക്കെ നൽകുന്നുണ്ട്. ഇപ്പോഴെങ്ങനെ ഈ സമയം 1:52 പോളിംഗ് ബൂത്തുകളിൽ അല്പം ഒരു തിരക്കൊക്കെ കുറഞ്ഞ മട്ടായിരിക്കും? ദിവിഷ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ എന്തോ നടക്കാൻ പോകുന്നു. കേരളത്തിലെ വോട്ടർമാർ വലിയ ആവേശത്തിലാണ്. അവരെന്തോ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഭരണ തുടർച്ചയാണോ ഭരണമാറ്റമാണോ എന്നൊക്കെയുള്ളത് വോട്ടെണ്ണുമ്പോഴേ അറിയാൻ പറ്റൂ. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എല്ലാ വോട്ടർമാരും പരമാവധി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, വലിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ വലിയ പോളിംഗ് രാവിലെ മുതൽ തന്നെ ഈ ഒരു സമയം 2 മണിയോട് അടുക്കുമ്പോൾ പൂർണ്ണമായും വലിയ ശതമാനത്തിലേക്ക് ആ വോട്ടിംഗ് മാറുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തിരുവനന്തപുരം ജില്ലയിലെ 14 അസംബ്ലി മണ്ഡലങ്ങളിൽ എടുത്താൽ അവിടെ ത്രികോണ മത്സരം എന്ന് നമ്മൾ പറയുന്ന കടുത്ത പോരാട്ടം നടക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ 50% മുകളിലേക്ക് പോളിംഗ് പെർസെൻറ്റേജ് ഉയർന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ഇപ്പോൾ മൊത്തത്തിൽ 49.32%. അത് 1:30 സമയത്ത് വന്ന അപ്ഡേഷനിലാണ് അത്രയും. അപ്പോൾ അത് വീണ്ടും കൂടാനുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ നെടുമങ്ങാട്, വാമനപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, അരുവിക്കര, കാട്ടാക്കട, ഈ മണ്ഡലങ്ങളിലെല്ലാം 50% മുകളിലേക്ക്, ഇവിടെല്ലാം ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ്. അവിടെ 50% മുകളിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നു. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ശക്തമായ പോരാട്ടം നടക്കുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ അവിടെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും ശരത്ചന്ദ്ര പ്രസാദും ഒക്കെ മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ 6.5 മണിക്കൂർ കൊണ്ട് 52.5% അവിടെ പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ 2021 അവിടെ 75%-ലേക്കാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വലിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ഒരു മണ്ഡലം തന്നെയാണ് കഴിഞ്ഞ വർഷവും കഴക്കൂട്ടം. അത് 75% പക്ഷേ ഇത്തവണ ആ 75 മറികടന്ന് 80-ലേക്ക് പോകും എന്നുള്ള സൂചനയാണ്. അപ്പോൾ എന്താണ് ഈ സമയം തീരുന്നതിന് മുൻപ് ഒന്ന് മറ്റ് പ്രതിനിധികളിലേക്ക് കൂടി ഒന്ന് പോവാം. ഗോകുൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിവിഷ്, ഗോകുൽ, പാലക്കാട് ഈ പറഞ്ഞ പോലെ തന്നെ വലിയ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. കാലാവസ്ഥാപരമായി ചൂട് കൂടുന്ന സ്ഥലമാണ്. ഇപ്പോൾ എങ്ങനെ പോളിംഗ് ബൂത്തുകൾ, ഒപ്പം ഈ പോളിംഗ് ശതമാനം അവിടെ മുന്നണികളൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങിയോ? അതായത് പോളിംഗ് ശതമാനം പാലക്കാട് ഏകദേശം 53%-ലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് 1:30 അടുക്കുമ്പോൾ. അതായത് വലിയ പോളിംഗ് ശതമാനം തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ വർഷം നമ്മുടെ ബൈ ഇലക്ഷൻ ആണെങ്കിൽ 70%, അതിന് മുൻപുള്ള നിയമസഭാ ഇലക്ഷൻ ആണെങ്കിൽ ഏകദേശം 78% അടുത്തായിരുന്നു. അപ്പോൾ 50% ഇപ്പോൾ തന്നെ പിന്നിടുന്നു എന്നുള്ളതാണ്. പാലക്കാട് നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. ഈ ചൂടിനെ ഒന്നും തന്നെ വകവയ്ക്കാതെയാണ് ആളുകൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് എന്ന് തന്നെയാണ്. 50% എത്തുന്നു എന്ന് പറയുന്നത് നല്ലൊരു പോളിംഗ് ശതമാനത്തിലേക്ക് പോകും. 70 കടക്കാനുള്ള സാധ്യതയാണ് കൂടുതലായി ഉള്ളത് എന്നുള്ളതാണ്. ഇനി മുന്നണികളുടെ കണക്ക് അല്ലെങ്കിൽ അസംഷനൊക്കെ വരണമെങ്കിൽ ഏത് കേന്ദ്രങ്ങളിലാണ് വോട്ടിംഗ് ശതമാനം കൂടുന്നത്, ഏത് കേന്ദ്രങ്ങളിലാണ് വോട്ടിംഗ് ശതമാനം കുറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അത് ഒരുപക്ഷെ അതിനൊക്കെ തന്നെ ഒരു അനാലിസിസിലേക്കൊക്കെ എത്താനുള്ള സമയമാകുന്നുള്ളൂ. പക്ഷേ നല്ല പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വലിയ വിവാദങ്ങൾ ഉണ്ടായൊരു മണ്ഡലമാണ്. തുടക്കം മുതൽ അവസാനം വരെ പാലക്കാട് മണ്ഡലത്തിൽ ഓരോ ദിവസവും ഓരോ വിവാദങ്ങൾ ഉണ്ടായൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ തന്നെ വോട്ടിങ്ങിൽ അത് പ്രതിഫലിക്കുന്നത് 50%-ഓളം കടക്കുന്ന ഇതാണ് പോളിംഗ് ശതമാനമായിട്ടാണ്. അത് ആർക്ക് അനുകൂലമാകുമെന്നുള്ളത് വോട്ടിൽ നിന്ന് വരെ കണ്ടറിയണം. ഇന്നലെ വരെ ഉണ്ടായിരുന്നു ആരോപണങ്ങൾ. ഇന്നലെ വോട്ടിന് നോട്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണം വന്നിരുന്നു. അതിനു മുൻപ് ഡീൽ ആരോപണങ്ങൾ ഏറ്റവും തുടങ്ങിയതാണ്. അപ്പോൾ ഡീൽ ആരോപണങ്ങളിൽ തുടങ്ങി ഈ വോട്ടിന് നോട്ട് എന്നുള്ള ആരോപണത്തിൽ വരെ എത്തി നിൽക്കുമ്പോൾ പല ആരോപണങ്ങൾ അതിനിടയിൽ വന്നു. പല മുന്നണികൾക്കെതിരെയും പല ആരോപണങ്ങളൊക്കെ വോട്ടിങ്ങിനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ബാധിക്കുമോ ബാധിക്കാതിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെയ് 4 വരെ നമുക്ക് കാത്തിരുന്ന് അറിയേണ്ടി വരും. CK വിജയൻ കൂടി വിവരങ്ങളുമായി നമുക്കിപ്പം ഉണ്ട്. CK വിജയൻ, വളരെ നിർണായകമായ മത്സരം നടക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി വളരെ സെൻസിറ്റീവായൊരു മേഖല കണ്ണൂർ. അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഈ നിലവിൽ പോളിംഗ് ശതമാനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്?
ഇതിൽ ഒരുപക്ഷെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുറെ കൂടി ശക്തമായ മത്സരം നടക്കുന്നു എന്ന സൂചനകൾ നമ്മുടെ ഈ 11 മണ്ഡലങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ പയ്യന്നൂർ, തളിപ്പറമ്പ തുടങ്ങിയ ഈ രണ്ട് മണ്ഡലങ്ങളാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉള്ളത്. ഏതാണ്ട് 1 മണിക്കൂർ മുൻപേ അപ്ഡേറ്റ് ചെയ്ത കണക്ക് പ്രകാരം തന്നെ ഈ 2 മണ്ഡലങ്ങളും 50% കടന്നിരിക്കുന്നു. അതായത് ഈ 2 മണ്ഡലങ്ങളിലും പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ 2 സ്ഥലത്തും CPM അതോടൊപ്പം തന്നെ അവരുടെ വിമതരായി അവിടെ CPM നിന്നും പുറത്തുപോയ 2 പേരുമായിട്ടാണ് മത്സരം. ഒരുപക്ഷെ അതുകൂടി ആകാം ഇത്തരത്തിലൊരു കടുത്ത മത്സരത്തിലേക്കും അതോടൊപ്പം തന്നെ വലിയ പോളിംഗ് ശതമാനത്തിലേക്കും പോകാനുള്ള കാരണം. ഒരു കാര്യം ഉറപ്പാണ്, ഈ 2 മണ്ഡലങ്ങളിലും 80%-ലധികം വോട്ടുകൾ ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ തന്നെ അത് 50% കടന്നു. ഏതാണ്ട് ഒരു 55% മുകളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടാകും. ഈ ഉച്ച സമയത്ത് മാത്രമാണ് അല്പം ബൂത്തുകളിലെങ്കിലും തിരക്ക് കുറവ്. രാവിലെ മുതൽ തന്നെ എല്ലാവരും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി അങ്ങേയറ്റത്തെ ആവേശം കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ ഫിൽട്ടർ ചെയ്ത അല്ലെങ്കിൽ SIR ഒക്കെ വന്നതിന് ശേഷമുള്ള ഒരു വോട്ടർ പട്ടികയാണ് എന്നൊരു സവിശേഷത കൂടിയുണ്ട്. പക്ഷേ ആ സവിശേഷതയ്ക്ക് അപ്പുറത്ത് ഒരുപക്ഷെ നമ്മൾ ഈ കണ്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ ഒന്നും കാണാത്ത അത്രയും വലിയൊരു ആവേശം ഈ ഫീൽഡിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഒരു ഉണർവ് കാണാനുണ്ട്. ഒരുപക്ഷെ അത് നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയായി കാണാവുന്നതാണ്. അപ്പോൾ ഭരണമാറ്റം ഉണ്ടാകുമെന്ന രീതിയിൽ പ്രതിപക്ഷവും ഭരണ തുടർച്ചയുണ്ടാകും എന്ന രീതിയിൽ ഭരണപക്ഷവും എല്ലാം തന്നെ ശക്തമായ പ്രചരണം നടത്തി ആ പ്രചരണത്തിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ എല്ലാ സ്ഥാനാർത്ഥികളിലും അവരുടെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ പ്രതിനിധികൾ സമഗ്ര കവറേജാണ് മാതൃഭൂമി ന്യൂസ് ഈ തെരഞ്ഞെടുപ്പ് ദിവസം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.